Flipkart Big Billion Days നമുക്ക് വാങ്ങിച്ച വത് ബൈങ് ആകുന്ന അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് എന്താ പറയുക അയ്യോ എൻ്റെ പൈസ പോയി എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാ ബ്രാൻഡും ഞാൻ പറയത്തില്ല, അതുപോലെ തന്നെ എല്ലാ മോഡൽസും ഞാൻ പറയത്തില്ല, ഈ പറയുന്ന ബ്രാൻഡുകളിൽ പോലും. എന്തായാലും എല്ലാ ബ്രാൻഡുകളും ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ഇഷ്ടം അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓഫേഴ്സ് ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ 1000-നുള്ളിൽ 1500-നുള്ളിൽ 2000-നുള്ളിൽ ഈ 3 കാറ്റഗറിയിലാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 2000 രൂപയ്ക്ക് മുകളിലൊരു നെക്ക് ബാൻഡ് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയിൽ ഇല്ല. സോ 2000 രൂപയ്ക്ക് മുകളിലൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് കണ്ടിട്ട് എന്താ പറയുക നിങ്ങൾക്ക് യൂസ് ഉണ്ടാവില്ല. എന്നാൽ ഏതാണ് നിങ്ങൾക്ക് ആഗ്രഹം ഇപ്പോൾ 2000 മുകളിലുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ളതെന്ന് കമൻറ്റ് ഇട്ടാലും ഞാനത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയെന്ന് മനസ്സിലാകും. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഡീപ് സ്റ്റോർ സ്വന്തം സ്റ്റോറാണ്. നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, മാസ്റ്റർ കോപ്പീസ്, സ്ട്രാപ്സ്, ഇയർബഡ്സ്, കേസസ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്, ഇൻസ്റ്റയിലാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഡീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലേക്ക് വരുവാണെങ്കിൽ റോക്കേഴ്സ് 235 Pro 1299 പ്രോഡക്റ്റ് 999 കിട്ടുന്നത്. കൂടാതെ റോക്കേഴ്സ് 255 Pro Plus 1099 പ്രോഡക്റ്റ് 999 റോക്കേഴ്സ് 260 1299 പ്രോഡക്റ്റ് 999 ലഭ്യമാകുന്നു. ഈ 3 പ്രോഡക്റ്റുകളും നമുക്ക് വാങ്ങിക്കുന്നതിൽ 1000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. ബേസ് അത്യാവശ്യം നല്ലതാണ്. എന്നാൽ 260ലേക്ക് വരുവാണെങ്കിൽ ബീസ് മോഡ് സഹിതമുണ്ട്. സോ കുറച്ച് ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ളൊരു പ്രോഡക്റ്റ് ഈ ഒരു 260 ആണ്. ഓൾറെഡി 235 Proയും 235 Pro Plusഉം 260 എല്ലാം തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാകും. ഇനി റോക്കേഴ്സ് 255 Max കുറേ കൂട്ടുകാരുടെ അടുത്ത് 2500 രൂപയ്ക്ക് 1500 രൂപയ്ക്കുള്ളിൽ ഒരു പ്രോഡക്റ്റ് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഈ ഒരു 255 Max എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ 60 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഉണ്ട്, EQ മോഡ്സ് ഉണ്ട്, കൂടാതെ മാഗ്നറ്റിക് ഓണും ഓഫും ഉണ്ട്. എപ്പോഴും നല്ലതെന്ന് പറഞ്ഞത് ഈ മാഗ്നറ്റിക് ഓണും ഓഫും ഉള്ളതാണ്. കാരണം ഈ ഒരു നെക്ക് ബാൻഡ് നമ്മളിങ്ങനെ കഴുത്തിൽ ഇട്ടേക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എന്താ മാനുവലി നമ്മൾ ഓണും ഓഫും ഒക്കെ ആക്കാൻ നിൽക്കണം. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഓഫും ഓണും ഓട്ടോമാറ്റിക്കലി ആവുന്നതുകൊണ്ട് ബാറ്ററി സേവ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ ഈ ഒരു 255 Max നല്ലതാണ്. 1399 ഇപ്പോൾ നോർമൽ റേറ്റ്. എന്നാൽ നമുക്കിപ്പോൾ 1149 രൂപയ്ക്ക് കിട്ടും കേട്ടോ. കൂടാതെ റോക്കേഴ്സ് 333 Pro 1599 പ്രോഡക്റ്റ് 1399 റോക്കേഴ്സ് 333 ANC 1799 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1499 കിട്ടും. 1399 റോക്കേഴ്സ് 333 Pro മേടിക്കണോ അതല്ല റോക്കേഴ്സ് 333 ANC ഒരു 100 രൂപ കൂടി കൂട്ടിയാൽ മതിയല്ലോ അത് മേടിക്കണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു വെയറിംഗ് കംഫർട്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ് ഈ ഒരു 333 ANCയിൽ. കാരണം കുറച്ച് ബൾക്കിയാണ് ആ ഒരു ഇയർ ബഡുകൾ എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡിറാക് ഒപ്റ്റിമൈസ് ചെയ്ത ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ആണ്. അതുപോലെ തന്നെ 25 dB ANC ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം 25 dB എന്ന് പറയുന്നത് ഭയങ്കര വലിയ രീതിക്ക് നമുക്ക് കട്ട് ഓഫ് ഒന്നും ആകത്തില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്താണ് ANC എന്നുള്ളത്. പക്ഷേ ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഉണ്ടല്ലോ ഡിറാക്കിൻ്റെ, അത് നല്ല രസമാണ്. പക്ഷേ വെയറിംഗ് കംഫർട്ട് അത് കുറച്ചൊന്ന് മനസ്സിൽ വെച്ചിട്ട് മാത്രം അത് വാങ്ങിക്കുക. ചെറിയ ചെവികളുള്ളവർ വാങ്ങിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 255 Max തന്നെയാണ് ബോട്ടിൽ കേട്ടോ. ഇനി പറയുന്നതിലും വേറെ കുറേ ഉണ്ട്. കൂടാതെ ഇനി ബോൾട്ടിലേക്ക് വരണമെങ്കിൽ 2 എണ്ണം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. പ്രോ ബേസ് എഫ് ചാർജും അതുപോലെ തന്നെ EQ ചാർജും. എഫ് ചാർജ് 1199 പ്രോഡക്റ്റ് 799 EQ ചാർജ് 999 പ്രോഡക്റ്റ് 699 ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ല ബേസ് ഉള്ള പ്രോഡക്റ്റുകളാണ് ഇത് 2 എണ്ണം എന്നുള്ളതിൽ വേറെ ഒരു സംശയമല്ല. സോ ഈ 2 പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നതിലും എന്താ പറയുക ബേസ് ലെവർ ആണ്. ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചോളൂ. എഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ബൾക്കിയാണ് നമ്മുടെ ഈ ഒരു കമ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ് കേട്ടോ. കൂടാതെ റിയൽമിയിലേക്ക് വരണമെങ്കിൽ കുറേ അധികം പ്രോഡക്റ്റുകളുണ്ട്. റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ, അതുപോലെ തന്നെ റിയൽമി ബഡ്സ് 2S, റിയൽമി ബഡ്സ് വയർലെസ്. എന്നാൽ അതൊന്നും തന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. ആകെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിയൽമി ബഡ്സ് വയർലെസ് 3 വിത്ത് ANC ആണ് കേട്ടോ. 30 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇവിടെയുണ്ട്. വീണ്ടും പറയാനുള്ളത് ANC 30 dB ആയാലും ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറേ കൂട്ടുകാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബിൽഡ് ക്വാളിറ്റി ഇല്ല എന്നൊക്കെയാണ്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് അടുത്ത് തന്നെ നമ്മുടെ ചാനലുണ്ടാവും. ബിൽഡ് ക്വാളിറ്റി ഉറപ്പായിട്ടും ആദ്യം പറയാൻ പറ്റില്ല. പക്ഷേ വെയറിംഗ് കംഫർട്ട് അത് ഉറപ്പായിട്ടും നമുക്ക് 100% റിയൽമി അതുപോലെ തന്നെ OnePlus, ഡിസോ ഇതൊക്കെ തന്നെ കണ്ണും പൂട്ടി പറയാൻ പറ്റും. വെയറിംഗ് കംഫർട്ടിൽ വേറെ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. എത്ര ചെറിയ ചെവിയായാലും വലിയ ചെവിയായാലും എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെവിയിൽ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. സോ അതിലേക്ക്
ഒരു 2000 രൂപ ബഡ്ജറ്റിനകത്താണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് 1700 രൂപ ഉള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും 1690 രൂപയ്ക്ക് റിയൽമി ബഡ്സ് വയർലെസ് 3 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കൂടാതെ ഓപ്പോയിലേക്ക് വരികയാണെങ്കിൽ എൻകോ M31 നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, M32 ഇതും നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും M31 എനിക്ക് ഭയങ്കര വലുതായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു M32 ഇറങ്ങിയ സമയത്ത് എടുത്തത്. അതും ഡിസപ്പോയിന്റഡ് ആക്കിയില്ല, നല്ല രസം ഉണ്ടായിരുന്നു M32ഉം. എന്തായാലും 1790 നോർമൽ റേറ്റ്, പക്ഷേ നമുക്ക് ഇപ്പോൾ 1299 രൂപയ്ക്ക് ലഭ്യമാകും. അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്, അതിൽ വേറൊരു സംശയമില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ്, അതുകൊണ്ട് ഗെയിമിംഗ് ചിലപ്പോൾ നമുക്ക് നല്ല രീതിക്ക് വർക്കൗട്ട് ആവില്ല. എന്നാൽ പോലും എന്താ പറയുക, നോർമലി നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. എന്നാൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ റോക്കേഴ്സ് 255 മാക്സ് ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം 60 ms ബീസ്റ്റ് മോഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒന്നും വേണ്ട, കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്കും അതുപോലെ തന്നെ ഓപ്പോ എന്ന് പറയുന്ന എന്താ പറയുക റെപ്യൂട്ടഡ് ബ്രാൻഡും ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും എൻകോ M32ലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വൺ പ്ലസിലേക്ക് വരണമെങ്കിൽ വൺ പ്ലസിന്റെ ബഡ്സ് വയർലെസ് Z ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Z2ഉം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബഡ്സ് വയർലെസ് Z ആക്ച്വലി ഇപ്പോൾ അവൈലബിൾ അല്ല, Z2 ആണ് അവൈലബിൾ. 1999 പ്രോഡക്റ്റ് 1499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇതും ഞാൻ പറഞ്ഞ പോലെ വെയറിംഗ് കംഫർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബേസും ഉണ്ട്. പക്ഷേ ഡ്യൂറബിലിറ്റി, ബിൽഡ് ക്വാളിറ്റി ഇവിടെയും ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ മൈക്ക് ഭയങ്കര വലിയ ക്വാളിറ്റി അല്ല, എന്നാൽ പോലും ഓക്കെയാണ്. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ പ്രോഡക്റ്റ് ബുള്ളറ്റ് വയർലെസ് Z2 ANC, അവിടെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് ലൈക്ക് റിയൽമി ബഡ്സ് വയർലെസ് 3 അത് തന്നെയാണ്. എന്തായാലും 2299 നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോൾ നമുക്കത് 1999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. 2000 രൂപയ്ക്കുള്ളിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ബഡ്സ് വയർലെസ് 3 വാങ്ങിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. എന്നാൽ വൺ പ്ലസ് ആഗ്രഹമുണ്ട്, വൺ പ്ലസിന്റെ മൊബൈലിലേക്കാണ് കയ്യിരിക്കുന്നെങ്കിൽ ഈ ഒരു ബുള്ളറ്റ് വയർലെസ് Z2 വാങ്ങിച്ചോളൂ. പിന്നെ 1000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് റോക്കേഴ്സ് 260 വാങ്ങിക്കാം, അതല്ല പ്രോ ബേസ് F ചാർജോ അതിലേക്ക് പോകുന്നതിലും വലിയ പ്രശ്നമൊന്നുമില്ല. 1500 രൂപയ്ക്കുള്ളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബോട്ട് റോക്കേഴ്സ് 255 മാക്സ്, ഓപ്പോ എൻകോ M32, റോക്കേഴ്സ് 333 ANC, ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വത് ബൈങ് ആകുന്ന, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ പൈസ പോയി എന്ന് നിലവിളിക്കാൻ പറ്റാത്ത കുറച്ച് പ്രോഡക്റ്റുകൾ എനിക്ക് തോന്നിയത് അതാണ് ഞാൻ ഇത്രയും അങ്ങോട്ട് ഷെയർ ചെയ്തത്. 12 എണ്ണം മാത്രമേ ഉള്ളൂ. സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമായിരുന്നു, അതുപോലെ തന്നെ വേറെ ബ്രാൻഡ് ഏതെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടൂ. എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനെ അറിയാമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതല്ല അറിഞ്ഞുകൂടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അറിഞ്ഞുകൂടെന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ അടുത്ത് ഇനി വരാൻ പോകുന്നത് സ്മാർട്ട് വാച്ചിനെ കുറിച്ചിട്ടാണ്. സ്മാർട്ട് വാച്ച് ഇതുപോലെ ചെയ്യണോ അതല്ല എല്ലാ വാച്ചുകളുടെയും റേറ്റും നമ്മുടെ എന്താ പറയുക പഴയ റേറ്റും പുതിയ റേറ്റും ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ കമൻറ്റായിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അത് തന്നെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇതുവരെയും ഷൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാരണം സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തിനകത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അത് കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കടം വരയ്ക്കും. ബൈ.